റഷ്യയുടെ സൈനിക മേധാവി മോസ്കോയിൽ കൊല്ലപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വലം കൈയായിരിക്കുന്ന ലഫ്റ്റനന്റ് ജനറൽ യാറോസ്ലാവ് മോസ്കോലിക് ആണ് ഏറ്റവും വിനാശകരമായിരിക്കുന്ന ആക്രമണം മൂലം മരണപ്പെട്ട വിവരം പുറത്തു വരുന്നത്. കാറും യാത്ര ചെയ്തവരും ഒരേ തരത്തിൽ തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മോസ്കോയിൽ നിന്ന് 15 കിലോമീറ്റർ മാറി ബാലഷിഗില എന്ന പ്രദേശത്തൂടെ സഞ്ചാരം നടത്തുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഭീകര സ്ഫോടനത്തിന് തുല്യമായിരിക്കുന്ന ആക്രമണം രണ്ടാം ഘട്ടമാണ് റഷ്യയിലെ മോസ്കോയിലെ ജനറൽമാർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഉക്രൈനാണെന്നും കനത്ത തിരിച്ചടി തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാവുമെന്ന് റഷ്യയുടെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. എന്നാൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. സൈനികരോട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നുണ്ട്. ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഉക്രൈൻ്റെ സൈനികർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരം ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു. ഏതായിരുന്നാലും തിരിച്ചടി കനത്തതായിരിക്കുമെന്നും ഇത് രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഭീകര പ്രവർത്തനമാണ്, അതിന് ഉക്രൈൻ നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും എന്ന തരത്തിലാണ് റഷ്യ ഈ വിഷയമായിട്ട് പ്രതികരിച്ചത്.